ഞാൻ അവനെ മുമ്പേ കണ്ടു. മുമ്പേ എന്നൊക്കെ അവൾ പറയുന്നതിന് നമുക്ക് എഗോയും ബിഫോറും ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ തന്നേക്കുന്ന ഈ സെൻറ്റൻസിനകത്ത് ഞാൻ അവളെ 2 മണിക്കൂർ മുമ്പ് കണ്ടു. ഐ സോ ഹെർ എത്ര മണിക്കൂർ? 2 hours. 2 മണിക്കൂർ മുമ്പ് എന്നുള്ളതിന് എഗോയാണോ ബിഫോറാണോ? ഇതെന്താണെന്നുള്ളതിൻ്റെ വ്യത്യാസം ആദ്യം നമുക്ക് പഠിക്കാം. ഒരു സെൻറ്റൻസിനകത്ത് കൃത്യസമയം കാണിക്കുന്നുണ്ടെങ്കിൽ 2 മിനിറ്റ്, 5 മണിക്കൂർ മുമ്പ്, അല്ലാന്നുണ്ടെങ്കിൽ 6 ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ പരീക്ഷ എഴുതിയായിരുന്നു, മാസത്തിൻ്റെയോ വർഷത്തിൻ്റെയോ എന്തിൻ്റെങ്കിലും ഒരു കൃത്യം 5 വർഷം മുമ്പ് ഞാൻ അവനെ കണ്ടു എന്നൊക്കെ കൃത്യസമയം കാണിക്കുന്നുണ്ടെങ്കിൽ ആ സെൻറ്റൻസിൽ നമ്മൾ എഗോ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. രണ്ടാമത്തെ സെൻറ്റൻസിൽ ഇവിടെ മീറ്റിംഗ് എന്നേ ഉള്ളൂ, ഇവിടെ കൃത്യസമയമില്ല. അപ്പോൾ കൃത്യസമയം ഇല്ലാത്ത സെൻറ്റൻസിൽ നമ്മൾ ഇനി എന്തോത്തിനെ യൂസ് ചെയ്യണം? ബിഫോറിനെ യൂസ് ചെയ്യണം. കൃത്യമായിട്ട് 6 മാസം എന്നായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ എഗോ യൂസ് ചെയ്തതിനെ. ഒരു ഈവൻറ്റ്, ഞാൻ ഭക്ഷണത്തിന് മുമ്പ്, അല്ലെങ്കിൽ ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ മീറ്റിങ്ങിന് മുമ്പ്, പരീക്ഷയ്ക്ക് മുമ്പ്, അങ്ങനെ ഒരു ഇവൻ്റാണ് എങ്കിൽ ബിഫോർ. ഞാൻ 2 സെൻറ്റൻസ് അങ്ങോട്ട് തരാം. ഒന്ന്, ഞാൻ ഹോംവർക്ക് 3 ദിവസം മുമ്പ് കംപ്ലീറ്റ് ചെയ്തു. രണ്ടാമത്തേത്, ഞാൻ ഭക്ഷണത്തിന് മുമ്പ് കംപ്ലീറ്റ് ചെയ്തു. എഗോ ആണോ ബിഫോർ ആണോ എന്നുള്ളതൊന്ന് നോക്കിയിട്ടൊന്ന് കമൻറ്റ് ചെയ്തേ.